നിങ്ങൾ വീട് പണിക്ക് തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയൽസ് നല്ലതാണോ മോശമാണോ, അതോ നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടോ? സിമെന്റ്, ടൈൽസ്, സ്റ്റീല് ഇവയെല്ലാം പല ബ്രാൻഡാണ്, പല ക്വാളിറ്റിയാണ്, പല ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം ഒരു NRIക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്കത് നേരിട്ട് പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും നാട്ടിലുള്ളവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളൊരു പേടിയുണ്ട്. ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുക എന്നുള്ളൊരു പേടിയും അവർക്കുണ്ട്. എൻ്റെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ 100ഓളം പ്രോജക്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മെറ്റീരിയൽ പ്ലാനിങ് കറക്റ്റ് ആണെങ്കിൽ വീട് പണിയുടെ 90% കാര്യങ്ങളും സേഫ് ആണ്. മെറ്റീരിയൽ പ്ലാനിങ് ഇല്ലാതെയാണ് നിങ്ങൾ വീട് പണിയുന്നതെങ്കിൽ പിന്നീട് റിപ്പയർ, റീപ്ലേസ്മെന്റ്, എക്സ്ട്രാ കോസ്റ്റ് തുടങ്ങിയ ഉണ്ടാകും. എന്താണ് മെറ്റീരിയൽ പ്ലാനിങ്? ഏത് മെറ്റീരിയൽ, ഏത് ബ്രാൻഡ്, ഏത് സ്പെസിഫിക്കേഷൻ, ഇത് ക്ലിയറായി പ്ലാൻ ചെയ്യുന്നതാണ് മെറ്റീരിയൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലയന്റിന്റെ ബഡ്ജറ്റ്, ലൈഫ് സ്റ്റൈൽ, യൂസേജ് ഇവ കറക്റ്റായി സ്റ്റഡി ചെയ്തിട്ട് വേണം മെറ്റീരിയൽ പ്ലാൻ ചെയ്യാൻ. ലക്ഷറി ആണെങ്കിലും ബഡ്ജറ്റഡ് ആണെങ്കിലും തീരുമാനം എപ്പോഴും ക്ലയന്റിൻ്റെതായിരിക്കും. നിങ്ങളൊരു വീട് വയ്ക്കുന്ന ആളെന്ന രീതിയിൽ നിങ്ങളുടെ അവകാശമാണ് ട്രാൻസ്പെറൻസി. ഏത് മെറ്റീരിയലാണ് വാങ്ങിക്കുന്നത്, ഏത് ബ്രാൻഡാണ് വാങ്ങിക്കുന്നത്, അതിൻ്റെ ഇൻവോയ്സ് ഇവയെല്ലാം നിങ്ങൾ കൃത്യമായി ചോദിച്ച് വാങ്ങിക്കണം. ചില മെറ്റീരിയൽസിന് വാറണ്ടി കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി ഇൻവോയ്സിനോടൊപ്പം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കൺഫ്യൂഷനും ഇല്ല. ഇതൊന്നും ചെയ്യാൻ തീരെ സമയമില്ല. നിങ്ങൾ വിശ്വസിച്ച് ഈ പണികൾ ഏൽപ്പിക്കാൻ ഒരാളെയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.